കൊണ്ടുപോവുകയാ. ഇവിടെയാണ് എന്ത് വെച്ചു പോയി എന്ന് ചർച്ച ചെയ്യുമ്പോ എന്താണ് സംഭവിച്ചതെന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഈ സമൂഹത്തിന് എന്ത് വെച്ചു പോയി, ഇവിടുത്തെ യുവാക്കൾക്ക് എന്ത് വെച്ചു പോയി, ഈ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ഹഫ്സ റളിയല്ലാഹു തആല അടക്കമുള്ള പൂർവസൂരികളായ പണ്ഡിത പ്രഭുക്കന്മാരുടെ മണവാട്ടിമാര് കാണിച്ചു തന്ന ആ പാതയിലൂടെ സഞ്ചരിക്കേണ്ട പെങ്ങളെ, ആ പാതയിലൂടെ നടക്കേണ്ട പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വർഗത്തിലേക്ക് പോകേണ്ട പെങ്ങളെ, ആ ഒരവസ്ഥയിലേക്ക് പെണ്ണുങ്ങൾ പോകേണ്ടതിന് പകരം ഈ സഹോദരിമാർക്ക് എന്ത് പറ്റി എന്ന് നമ്മുടെ ചർവണം നടത്തുമ്പോ അവസാനം എത്തി നിൽക്കുന്നത് മുത്തു റസൂലിന്റെ ബാക്കി വാക്കുകളിലേക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, കാലഘട്ടത്തിൽ നിങ്ങള് മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെ ദുർബലരായിരിക്കും. അതോടൊപ്പം തന്നെ എന്ന് പറയുന്ന മാരകമായ രോഗം നിങ്ങൾക്ക് പിടിപെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയ രോഗമേതാ? വഹിൻ എന്ന് പറയുന്ന മാരകമായ രോഗം പിടിപെടുമത്രേ. എന്താ വഹിൻ എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പേടിക്കാൻ പറഞ്ഞ രോഗം ക്യാൻസർ അല്ല. ക്യാൻസറും ബ്രെയിൻ ട്യൂമറുമോ എയ്ഡ്സോ എബോളയോ അല്ല. അല്ലാഹുവിന്റെ റസൂൽ എയ്ഡ്സ് വന്നവരുണ്ട്, എബോള വന്നവരുണ്ട്, ക്യാൻസർ വന്നവരുണ്ട്, ട്യൂമർ വന്നവരുണ്ട്. ആ രോഗമൊക്കെ വന്നാൽ ഒരു മുത്തക്കിയായ മനുഷ്യന് ക്യാൻസർ കൊണ്ട് പരീക്ഷിച്ചാൽ അതിലെങ്ങാനും അവൻ മരിച്ചു പോയാൽ അല്ലാഹുവിന് നാളെ സ്വർഗത്തിൽ അതിനേക്കാൾ വലിയ പ്രതിഫലം കൊടുക്കുമെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ. ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തോടും അവരെ ബാധിച്ചാൽ ഗുരുതരമാകുന്ന ഒരു രോഗമോ ആ കാലഘട്ടത്തിൽ അവർക്ക് വഹിൻ എന്ന മാരകമായ രോഗം ബാധിച്ചിട്ടുണ്ടാവും. ആ മാരകമായ രോഗത്തിന് സമൂഹം അടിപ്പെട്ടിട്ടുണ്ടാവും. അല്ലാഹു നമ്മളെ രോഗത്തിൽ നിന്ന് കാക്കട്ടെ. ആമേ പറ. ഒരു വർത്താനം പറയാനുള്ള സമയമില്ല, ഉള്ള സമയത്തും അത് പറയാം, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിർത്താതെ പോണത്. 10:30 തീരണ ഈ സദസ്. അപ്പൊ ഉള്ള സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗം അന്ന് സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗം അൽ വഹിനു. വഹിൻ എന്ന് പറയുന്ന മാരകമായ രോഗമാണ്. ഇതാണ് ആധുനിക മുസ്ലിം സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. വേറെ വെല്ലുവിളിയൊന്നുമില്ല. വേറെ ഇറാഖോ സിറിയയോ അതൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അത് ഇമാം മഹദിക്കുള്ള വഴി തെളിയാണ്. അവിടെ നമുക്ക് ആശങ്കയില്ല. നിങ്ങൾ ആരും വിചാരിക്കേണ്ട സിറിയ, അഫ്ഗാൻ, ചെച്ചിനിയ, ബോസ്നിയ, ഡൊണാൾഡ് ട്രംപ് ഇതൊന്നും നമ്മളെ ആശങ്കപ്പെടുത്തുന്നില്ല. ഇത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനത്തിന് മുമ്പ് പറഞ്ഞ അടയാളങ്ങളിലേക്ക് ലോകം നടന്നു പോവുകയാണ്. അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട. ഏതാണ് മാരകമായ രോഗം? ക്യാൻസറോ, ബ്രെയിൻ ട്യൂമറോ, എയ്ഡ്സോ, എബോളയോ ഇതൊന്നും പ്രശ്നമല്ല. അത് അള്ളാഹു ഇച്ഛിക്കുന്നവർക്ക് വരും. കാണാൻ ദുനിയാവിൽ ആർക്കും വരാം. അള്ളാഹു അവനാണ് ഷാഫി, അവനാണ് കാഫി, അവനാണ് മുആഫി. അത് ഉദ്ദേശിക്കുന്നവർക്ക് ശിഫയാവാം. അള്ളാഹു നമ്മുടെ എല്ലാ രോഗികളുടെയും രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ഇങ്ങനെ ആമീൻ പറയണേ. എന്നിട്ട് മനുഷ്യന്മാർ അള്ളാഹു നമുക്കെല്ലാവരുടെയും എല്ലാ മാരകമായ രോഗത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫയാക്കി തരുമാറാകട്ടെ. അങ്ങനെ ആമീൻ പറയാം. ഉടമയോട് അടിമ ചോദിക്കുമ്പോ വേണോന്ന് പറഞ്ഞു ചോദിക്കണം. ഇതൊരു ആമീൻ പറയാം. ആമീൻ വേണേത്താ, അത് പറ്റില്ല. നമ്മൾ ഉടമയോടാണ് ചോദിക്കുക, നമ്മൾ അടിമയാണ്. അപ്പൊ അടിമകൾ ഉടമയോട് ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് നന്നായിട്ട് ചോദിക്കണം. ഒരു ആമീൻ പറയാം. ആമീൻ. അള്ളാഹു നിനക്ക് സന്തോഷമുണ്ടെങ്കിൽ, നിനക്ക് സൗകര്യം ഉണ്ടെത്താ, അങ്ങനെ ചോദിച്ചാൽ കിട്ടുമോ? ആമീൻ. പടച്ചവനെ തരണം, തന്നാലല്ലാതെ ഞങ്ങൾ തിരിച്ചു പോയില്ല അള്ളാഹുവേ. ആ രീതിയിൽ ചോദിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സത്യവിശ്വാസി ദുആ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. എങ്ങനെ? രണ്ട് രീതിയിൽ. ഒന്ന്, അള്ളാഹിനോട് ചോദിക്കണം, എന്നിട്ട് അവനോട് പറയണം, അള്ളാഹുവേ നീ തന്നാലല്ലാതെ ഞാൻ തിരിച്ചു പോയില്ല. രണ്ട്, കരയണം. കരഞ്ഞോണ്ട് ചോദിക്കണം. കരച്ചിൽ വന്നില്ലെങ്കിൽ കരയുന്നത് പോലെ അഭിനയിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുആ ചെയ്യുമ്പോൾ കരച്ചിൽ വന്നില്ല, അപ്പൊ കരയുന്നത് പോലെ
അഭിനയിക്കണം. നമുക്കതൊക്കെ പരിഹാസമാണ്. ഇപ്പൊ പള്ളിക്കലെ ഖത്തീബ് 27 അവന് ദുആ ചെയ്തപ്പോ കരഞ്ഞു. കരയണ പോലെ അഭിനയിച്ചപ്പോൾ അടുത്തിരിക്കണമെന്ന് തോന്നുന്നു. കണ്ടോളൂ, പെരുന്നാളിന് പിരിച്ചുവിടാതിരിക്കാനുള്ള തന്ത്രമാണ്. നമ്മൾ വിചാരിക്കണം അങ്ങനെയാണ്. അങ്ങനെയല്ല, കരച്ചിൽ വന്നില്ലെങ്കിൽ കരയുന്നത് പോലെ നിങ്ങൾ അഭിനയിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ ചൂട്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഫെബ്രുവരി ആയപ്പോഴേ ഇത്രയും ചൂട്. അപ്പോൾ മാർച്ച് ഏപ്രിൽ ആവുമ്പോൾ കഴിഞ്ഞ 100 വർഷത്തിന്റെ ഇടയിൽ ഏറ്റവും വലിയ വരൾച്ചയിലേക്കാണ് കേരളം പോകുന്നത്. ചൂട്ടിച്ചോളി, ഇനി ലോകത്തിന് വലിയ ആയുസ്സൊന്നുമില്ല. ഇതൊക്കെ ഏതാണ്ട് തീരാറായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, സസ്യശ്യാമളമായ ഹരിതാപമായ ചാരിയാറും ഭാരതപ്പുഴയും പമ്പയും പെരിയാറും തടംതല്ലിയാ തുടങ്ങിയ എന്നും ഫലഭൂയിഷ്ടമായിരുന്ന വൃഷ്ടിപ്രദേശങ്ങൾ ഏറെയുള്ള കേരളം വരൾച്ചയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പെരിയാറും പമ്പയാറും ഭാരതപ്പുഴയൊക്കെ വറ്റി. അള്ളാഹു നമ്മളെ എല്ലാ രീതിയിലും വരുന്ന എല്ലാ ആപത്തുകളും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ ദുആ ചെയ്യേണ്ട രോഗമേറെ അള്ളാഹുവേ വഹിൻ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയ ഒരു രോഗമാണ്. എന്താണ് വഹിൻ? ആ 2 രോഗത്തിൽ നിന്ന് അള്ളാഹു കാക്കട്ടെ. മതി, ഇവിടെ ഒന്നല്ല, ലേലം വിളിക്കാനല്ല, എനിക്ക് ഉപയോഗിക്കാനാണ് വിചാരിച്ചത്. എന്താണ് വഹിന് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹിൻ എന്ന രോഗം വന്നാൽ അതിന് 2 രോഗലക്ഷണമുണ്ട്. ആ 2 ലക്ഷണങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അല്ലാഹു അതിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് മാറിയാലല്ലാതെ മുസ്ലിം സമൂഹത്തിന്റെ ഈ ബുദ്ധിമുട്ട് മാറില്ല. അത് മാറണം മുസ്ലിമീങ്ങളുടെ മനസ്സിൽ നിന്ന്. അല്ല, നമ്മൾ മുഖം നന്നാവാത്തതിനെ കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം മുഖമാണ് നന്നാക്കണം. മുഖം നന്നാവാത്തതിനെ കണ്ണാടി മോശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? എന്റെ മുഖം നന്നായില്ല, കണ്ണാടി ഈ കണ്ണാടി മോശമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ നമ്മുടെ തെറ്റെല്ലാം അംഗീകരിക്കേണ്ടത്. ഒരാൾ ആക്സിഡന്റിൽ പെട്ട് വണ്ടി പോയി പോസ്റ്റ് ഇടിച്ചു. അപ്പൊ അയാൾ വന്നിട്ട് എന്റെ പൊന്നുസ്താദെ, രാത്രിയിൽ ഞാൻ വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ട് വരുമ്പോ റോഡിന്റെ അരികിൽ വന്ന പോസ്റ്റ് വന്ന് എന്റെ കാറിൽ ഒരൊറ്റ ഇടി. അവൻ പറയാനായിട്ട് നമ്മൾ വിശ്വസിച്ചു. ഉസ്താദ്, ഞാൻ ഓടിച്ചോണ്ട് പോകുമ്പോൾ റോഡിന്റെ അരികിൽ നിന്ന് പോസ്റ്റ് വന്ന് എന്റെ കാറിൽ ഒരൊറ്റ ഇടിച്ചു. അപ്പോൾ ഇവൻ പോയി പോസ്റ്റ് ഇടിച്ചല്ല. നമ്മളെപ്പോഴും മറ്റൊന്നിനെ കുറ്റം പറഞ്ഞ് അവനവന് ബാധിച്ച ആദർശ പാപ്പരത്തെയും അവനവന് ബാധിച്ച രോഗത്തെയും ചികിത്സിക്കാൻ കഴിയാതെ രോഗം വേറെ എവിടെയാണോ എന്ന് ചിന്തിച്ച് നടക്കാണ് നമ്മൾ. തുഞ്ചത്തെഴുത്തച്ഛ പറഞ്ഞതുപോലെ, ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. കേട്ടിട്ടില്ല നിങ്ങള്? എന്താ അതിന്റെ അർത്ഥം? എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ മലയാളം തന്നെ നേരെ പറയാറുണ്ട്. ഞാൻ ഈ കാസർഗോഡ് ജില്ല മംഗലാപുരത്ത് ആരെങ്കിലും ഫോൺ വിളിച്ചപ്പെട്ട ഞാൻ അൽഹംദുലില്ലാഹ് ഖൈർ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ ഞാൻ കട്ട് ചെയ്തേക്ക്. മനസ്സിലാവില്ല. ഈ ഭാഷ മനസ്സിലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാസർഗോഡുകാർ വിളിച്ചാൽ ഒത്തിരി നേരം സംസാരിക്കില്ല. മംഗലാപുരം ഭാഗത്തുനിന്ന് വിളിച്ചാൽ ഒട്ടും കൂടുതൽ സംസാരിക്കില്ല. അവൻ അൽഹംദുലില്ലാഹ് ഖൈർ ഇൻഷാ അല്ലാഹ് ഏതായാലും ഒരു ദുആ വസിയത ദുആ ചെയ്തേക്ക്. നിങ്ങളുടെ ഭാഷ മനസ്സിലാക്കാൻ വലിയ പാടാണ്. ഉസ്താദേ, ഞാൻ പണ്ട് വീട്ടിൽ വന്നിട്ട് ബുക്കാക്കാൻ ഇവിടെ വന്ന് ഇപ്പൊ ഞാൻ വന്ന് കണ്ടപ്പോൾ ഒരാൾ എന്റെ കൈ പിടിച്ചിട്ട്, ഉസ്താദെ ഉസ്താദ് എന്നെ മനസ്സിലായി. ഞാൻ പറഞ്ഞില്ല, മനസ്സിലായില്ല. ഞാൻ പണ്ട് ഉസ്താദിന്റെ വീട്ടിൽ വന്നിരുന്നു ബുക്കാക്കാൻ. ഞാൻ വന്ന് എന്റെ പിള്ളേർക്കുള്ള ബുക്കൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കണ്ട്. പിന്നെ എന്തിനാ എന്റെ വീട്ടിൽ വന്ന് ഉസ്താദ് ഞാൻ ബാഗ് ബുക്ക് ചെയ്യാൻ വന്നത്? പെട്ടെന്ന് മനസ്സിലാവണം. ഓരോ ഭാഷത്തിനാണ്. കാസർഗോഡ് തന്നെ 12 ഭാഷയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബേരി, തുളു, അങ്ങനെ പല ഭാഷകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാസർഗോഡ് എല്ലാത്തിലും നല്ലതാണ്. നിങ്ങൾക്കെല്ലാം ഭയങ്കര ആവേശം. ആലിമീങ്ങളെ ആദരിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ആവേശമാണ്. സയ്യിദന്മാരെ ആദരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും നല്ല ആവേശം ഇവിടെയുള്ള ആളുകളാണ്. അവരവരുടെ നാട്ടിലെ കാലിമാരെ കുറിച്ച് പറയാൻ അവർക്ക് 1000 നാവാണ്. നമ്മളോടൊന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതേപോലെ കൊള്ളാത്ത കാര്യത്തിൽ നിങ്ങൾക്ക് ആവേശം കൂടുതലാണ്. കല്യാണം നടത്തിയാൽ അതിനകത്തൊരാവേശം, നബിനത്തിൽ റാലി നടത്തി അതിനകത്തൊരു ആവേശം, പട്ടാളവേശം. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഫേസ്ബുക്കിൽ ഒരു കാസർഗോഡ് ബൈക്ക് ഒരു നബിദിന റാലി ഞാൻ കണ്ടു. ഫുള്ള് ഹമ്മർ, ബെൻസ്, ഓടി, ഇത് മാത്രമേ ഉള്ളൂ.
ഇവിടെ ഉണ്ടാക്കിയ വണ്ടിയൊന്നുമില്ല. എല്ലാത്തിലും നമുക്കൊരു എന്താ പറയാ, എന്നിട്ട് അതിന്റെ ഡോറൊക്കെ തുറന്ന് ആ ഡോറിന്റെ മുകളിൽ 2 പേര് കയറിയിരുന്ന് ഒരു അറബി താടിയൊക്കെ വെച്ച് ഒരു കമീസൊക്കെ ഇട്ട് പിന്നെ ഒന്ന് ആട്ടി. ഇതൊക്കെയാണ് നബിദിന റാലി. നബിദിന റാലി എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ മദ്രസ വിദ്യാർത്ഥികൾ, മഹല്ല് ഭാരവാഹികൾ, സയ്യിദന്മാർ, ആലിമീങ്ങൾ റോഡിന്റെ സൈഡിലൂടെ ഗതാഗത തടസ്സം ഉണ്ടാക്കാതെ ബുറുദ ഓടി തവസ്സൽനാ ബിസ്മില്ലാ എന്ന് ഓതി അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിന് സന്തോഷം പ്രകടിപ്പിക്കേണ്ട ഒരു ആത്മീയ സാന്നിധ്യമാണ്. അതിനെ നമ്മൾ എന്തിനാ വികലമാക്കുന്നു? ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ല? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു വല്ലതും ചെയ്യോ? ഈ കൊലപാതക കേസൊക്കെ നടത്തിയ 13 ജില്ലയിലും കുത്തേറ്റാൻ മരിക്കുക, കാസർഗോഡ് മറ്റതും വെടിയേറ്റാൻ മരിക്കുക. ഇവിടെ കൊലപാതകങ്ങളൊക്കെ ഉണ്ട്, വെടിയേറ്റു എന്നാണ്. ബാക്കി 13 ജില്ലയിലും കുത്തേറ്റ് മരിച്ചു, അടിയുടെ ഇടിയുടെ മരിച്ചു. ഇവിടെയൊക്കെ മരണം. അടുത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരൻ പോക്കെടുത്ത് വെടിവെച്ചു എന്ന് കേട്ടു വാർത്തയിൽ. വെടികൊണ്ട് മരിച്ചു എന്നാണ്. അത് വലിയ പേടിയാണ് ഇവിടെ പറയാൻ. എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു പേടിയില്ല പറയാൻ. അള്ളാഹു നമുക്കിത് നമ്മുടെ ദീനിന്റെ കാര്യമാണ്. എന്തിനാണ് കേട്ടിട്ട് മാറ്റേണ്ടാവണം? നമുക്ക് നാളെ മുഅ്മിനായി മരിക്കണം, നല്ലവരായി ജീവിക്കണം. അല്ലാതെ ഒരു വിമർശനമൊന്നും അല്ല. ഒരു ഉസ്താദന്മാരോ ആരും വെള്ളിയാഴ്ച പള്ളിയിൽ പറയുന്നത് ഇതൊന്നും വിമർശനമല്ല. നന്നായി ആത്മീയമായ ഒരു ഔന്നത്യം ഉണ്ടാകണമെന്ന ആഗ്രഹത്തിന്റെ പേരിൽ പറയുന്നതാണ്. അള്ളാഹു നമ്മളെ ഈ രോഗത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് വരുന്ന ഇസ്ലാമിക സമൂഹത്തിൽ ബാധിക്കുന്ന ഏറ്റവും വലിയ ദുർബലതയെ കുറിച്ച് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വഹിൻ എന്ന് പറയുന്ന മാരകമായ രോഗം നിങ്ങളുടെ ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ടാവാം. സഹാബത്ത് ചോദിച്ചു, നബിയേ മൽ വഹിനു യാ റസൂലല്ലാഹ്, മൽ വഹിനു യാ റസൂലല്ലാഹ്. വഹിൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? അവസാന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഇസ്ലാമിക സമൂഹത്തെ അപഗ്രഥിക്കുന്ന വഹിൻ എന്ന് പറയുന്ന മാരക രോഗമാണ് എന്താണെന്ന് ചോദിക്കോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി സദസ്സിനോട് ഞാൻ പങ്കുവെക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി സല്ലല്ലാഹു അലൈഹി വസല്ലം, വഹിൻ എന്ന് പറഞ്ഞാൽ ഹുബ്ബു ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. ഒന്നീ ദുനിയാവിനോടുള്ള അതിരറ്റ ഭ്രമമാണ്, ഈ ദുനിയാവിനോടുള്ള അതിരറ്റ അത്യാഗ്രഹമാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഭൗതികമായ ലോകത്തിനോടുള്ള അത്യാഗ്രഹവും ആസക്തിയും വർദ്ധിച്ചു വന്നാൽ, എന്നാൽ ഈ ദുനിയാവേദ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ ഏറ്റവും നശ്വരമാണെന്ന് പറഞ്ഞ ഏത് സമയത്തും അവസാനിക്കുമെന്ന് പറഞ്ഞുപോയ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിസ്സാരമായി പറഞ്ഞുപോയ ദുനിയാവുണ്ടല്ലോ, ആ ദുനിയാവിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ ദുനിയാവിനോടുള്ള അതിരറ്റ ആഡംബര ഭ്രമം ഇസ്ലാമിക സമൂഹത്തിന്റെ ഹൃദയത്തെ കീഴടക്കിയാൽ, കാസർഗോഡ് ചെറുപ്പക്കാരാ, ഈ അതിരറ്റ ആഡംബരത്തോടുള്ള ഭ്രമമല്ലേ, മറ്റൊരുത്തന്റെ മുമ്പിൽ വലുതാകാനുള്ള ആഗ്രഹമല്ലേ നമ്മുടെ ഹൃദയത്തെ ഇന്ന് മതിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ദുനിയാവാരാ മരുഭൂമിയിലൂടെ, മദീനത്തിന്റെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ചത്തുപിടിച്ചു നാറിക്കിടക്കുന്നൊരു നായുടെ ശവശരീരം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബ, ആരാണ് ഒരു ദീനാർ എന്നിട്ട് ഈ പുറത്തു കിടക്കുന്ന നായുടെ ശവശരീരം വാങ്ങിക്കുക? അതിന്റെ ദുർഗന്ധമേറ്റു നാസാരന്ധങ്ങളിലേക്ക് ആ പുടുപുടുത്ത ശരീരത്തിന്റെ ദുർഗന്ധം വന്നപ്പോ മൂക്കുപൊട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച മറുപടിയായി സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇത് ജീവനുള്ളപ്പോൾ പോലും ഒരു ദീനാർ വന്ന് ഞങ്ങളിത് വാങ്ങിക്കില്ല. പിന്നെ ചത്തുപുറത്ത് നാറിക്കിടക്കുന്ന ഈ നായ